ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴയ്ക്കപ്പമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ 4 മണിക്ക് ചായയോടൊപ്പം ഒരു പഴംപൊരി. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തും ഇപ്പോൾ പഴംപൊരി തയ്യാറാക്കാറുണ്ട്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വാഴയ്ക്കപ്പം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 5 ഏത്തൻ പഴമാണ്. നമ്മൾ വാഴയ്ക്കപ്പം തയ്യാറാക്കാൻ എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കുന്ന വാഴയ്ക്കപ്പത്തിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് 3ആയി നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഈ ഏത്തമ്പഴം കീറിയെടുക്കുമ്പോൾ എപ്പോഴും 3ആയിട്ട് തന്നെ കീറിയെടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ പഴമാണെങ്കിൽ 2ആയിട്ട് കീറിയാലും മതി. കൂടുതൽ എണ്ണം കിട്ടുന്നതിന് വേണ്ടി 4ആയിട്ടും 5ആയിട്ടും കീറരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ വാഴയ്ക്കപ്പം കഴിക്കുമ്പോൾ അതിന് പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. വെറും മാവ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാനിത് 3ആയിട്ടാണ് കീറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് വാഴയ്ക്കപ്പത്തിന് ആവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ബേസിൻ എടുക്കാം. അതിലേക്ക് ആദ്യം 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ മാവ് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വാഴയ്ക്കപ്പത്തിന് ഒരു ചെറിയ മഞ്ഞ നിറം കിട്ടാനാണ് കേട്ടോ. വേറെ കളറൊന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഴത്തിന് മധുരമുള്ളത് കൊണ്ട് പഴത്തിനോടൊപ്പം മാവിനും ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ് ചെറിയ അളവിൽ പഞ്ചസാര ചേർക്കുന്നത്. അടുത്തതായി നമുക്ക് 1 നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സോഡാപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളും മാവുമെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഈ മാവ് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിക്കാവൂ കേട്ടോ. മാവ് തീരെ ലൂസായി പോകാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ മാവ് മൊത്തത്തിൽ നനഞ്ഞ് കട്ട പിടിക്കാതെ കിട്ടും. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് മാവ് ലൂസായി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വാഴയ്ക്കപ്പത്തിന് വേണ്ട മാവിന്റെ പരുവം മനസ്സിലാക്കുവാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ മാവ് നല്ലപോലെ നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് ഒരു സൈഡിലേക്ക് മാത്രം ചുറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മാവ് വാഴയ്ക്കപ്പത്തിന്റെ പരുവമായി തന്നെ വന്നിട്ടുണ്ട്. ഈ ലൂസാണ് ആവശ്യം കേട്ടോ. മാവ് തീരെ ലൂസുമല്ല, കട്ടിയുമല്ലാത്ത പരുവം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഏത്തൻ പഴം ഈ മാവിലേക്ക് ഇട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് തിളയ്ക്കാൻ വെച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലിടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. പക്ഷെ അത് സാരമില്ല, ഇത് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് വിടുവിച്ചെടുക്കാൻ പറ്റും. 3 എണ്ണമാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. എണ്ണ നല്ല തിളച്ചു കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതി നമുക്കിത് മൊരിച്ചെടുക്കാൻ. കണ്ടോ, ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ചട്ടുകമോ കണ്ണാപ്പയോ കൊണ്ട് ചെറുതായി ഒന്ന് കുത്തി കൊടുത്താൽ വേറിട്ട് വരും. ഇതിപ്പോൾ വേറിട്ട് വന്നു. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയി കേട്ടോ. നമ്മുടെ വാഴയ്ക്കപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരാം. ഇതുപോലെ തന്നെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന എല്ലാ പഴവും മുരിച്ചെടുത്താൽ മതി കേട്ടോ. ഏത്തൻ പഴം കീറി മാവിൽ മുക്കി തിളച്ച എണ്ണയിലിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ വാഴയ്ക്കപ്പം റെഡിയാവും. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ പഴംപൊരി. ഏത്തമ്പഴം, മാവ്, എണ്ണ, പഞ്ചസാര, സോഡാപ്പൊടി എന്നിവ മിക്കപ്പോഴും വീടുകളിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴംപൊരി തയ്യാറാക്കുവാൻ പ്രത്യേകം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് ഓടേണ്ടി വരില്ല. കണ്ടോ, വാഴയ്ക്കപ്പത്തിന് നല്ല മഞ്ഞ നിറമുണ്ട്. നമ്മൾ മഞ്ഞപ്പൊടി കൂടി ചേർത്തപ്പോഴാണ് ഈ മഞ്ഞ നിറം കിട്ടിയത്. നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം തരുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ പഴംപൊരി. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ വാഴയ്ക്കപ്പം തയ്യാറാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. ഓക്കെ.